മൂന്ന് തലമുറകൾ ഒരുമിച്ച് പഠിക്കുന്ന ഒരു PG ക്ലാസ് ഉണ്ട് തിരൂർ മലയാളം സർവകലാശാലയിൽ. കഴിഞ്ഞ വർഷങ്ങളിൽ ഡിഗ്രി കഴിഞ്ഞവരും ഇപ്പോൾ ജോലി ചെയ്യുന്നവരും വിരമിച്ച അധ്യാപകരും ഉൾപ്പെടെയാണ് ഒരുമിച്ച് പഠനം നടത്തുന്നത്. മലയാളത്തോടും സാഹിത്യത്തിനോടുമുള്ള ഇഷ്ടമാണ് തലമുറകൾക്കപ്പുറം ഇവരെ ഒരുമിപ്പിക്കുന്നത്. വയസ്സ് മുതൽ 60 വയസ്സുവരെയുള്ള വിദ്യാർത്ഥികളുണ്ട് മലയാളം സർവകലാശാലയിലെ സാഹിത്യരചന 2ാം വർഷ PG ക്ലാസ്സിൽ. എഴുത്തുകാരിയും പൊതുപ്രവർത്തകയുമായ സുഹറ കൂട്ടായി ചേരൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിച്ച ശേഷമാണ് സാഹിത്യരചന പഠിക്കാൻ മലയാളം സർവകലാശാലയിലെത്തുന്നത്. അധ്യാപകരായി വിരമിച്ച പൊന്നാനി സ്വദേശി GV രമ, പത്തനംതിട്ട സ്വദേശി ഭവാനി ഉൾപ്പെടെയുള്ള മുതിർന്ന തലമുറയിലെ 5 പേരുണ്ട് ക്ലാസ്സിൽ. മലയാളത്തോടും സാഹിത്യത്തോടുമുള്ള ഇഷ്ടമാണ് ഈ വിശ്രമകാലത്തും ഈ കലാലയത്തിലെത്താൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. ഒരുപാട് കാലമായിട്ട് ഇഷ്ടമുള്ളൊരു വിഷയമായിരുന്നു മലയാളം. മലയാളം പഠിക്കാൻ സമയമുണ്ടായിരുന്നില്ല. സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ഡിഗ്രിയൊക്കെ ചെയ്തു. പക്ഷെ പിന്നീടും ആ ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ടീച്ചറായി റിട്ടയർ ചെയ്ത ആളാണ്. അപ്പോഴാണ് മലയാള സർവകലാശാലയിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ട് എന്നറിയണത്. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ എൻട്രൻസ് എഴുതിയിട്ട് വന്നതാണ് ഞാൻ. എനിക്ക് കുട്ടിക്കാലത്തെ ഈ കഥകളും കവിതകളും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ പിന്നെ PG ഡിഗ്രിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ജീവിത കാലഘട്ടത്തിലേക്ക് മാറിയപ്പോഴത്തേക്കും ഇത് പഠിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു വിഷമം ഉള്ളിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോഴത്തെ സ്റ്റേജിൽ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടോടു കൂടി ഇവിടെ പഠിക്കാനെത്തി. വളരെയധികം സന്തോഷമാണ്. എഴുത്തുകാരിയും മാധ്യമപ്രവർത്തകയുമായ CK റിസ്വാൻ ഉൾപ്പെടെയുള്ള 2ാം തലമുറ, ഇവരോടൊപ്പം പുതിയ ജെൻസി തലമുറയും. സാഹിത്യ ഭാഷയ്ക്ക് വ്യത്യാസമുണ്ടെങ്കിലും സഹപാഠികളായ ഇവരുടെ സൗഹൃദത്തിന് ഒരു വ്യത്യാസവുമില്ല. ഇതുവരെ നമ്മൾ പഠിച്ച ഒരു സിസ്റ്റത്തിലല്ല 3 തലമുറയിൽപ്പെട്ട ആളുകൾ. അവരുടെ വ്യത്യസ്ത തരമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ ഇത് 3ഉം സംയോജിക്കുന്ന ഒരു അറബിക്കടൽ പരുവത്തിലാണ് നമ്മുടെ ഈ ക്ലാസ് റൂം കടന്നു പോകുന്നത്. അവർ കുറച്ചുകൂടിയും സാഹിത്യത്തിൽ കുറച്ചുകൂടി ഡീപ്പാന്നാണ് എനിക്ക് തോന്നിയത്. അവരെ പഠിച്ച കാലഘട്ടത്തിലൊക്കെയും സാഹിത്യത്തെയും മലയാളത്തെയൊക്കെ അവരങ്ങനെയാണ് കൊണ്ടാടുന്നത്. പക്ഷെ നമ്മളിലേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടിയും വേറൊരു തലത്തിലുള്ളൊരു സാഹിത്യ വീക്ഷണമാണെന്ന് തോന്നുന്നു. ഒരു വിമർശനാത്മക ക്രിട്ടിക്കൽ പൊസിഷനിൽ നിന്നിട്ടാണ് നമ്മൾ എല്ലാ സംഗതിനെയും വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിൻ്റെ ആ പെർസ്പെക്റ്റീവ് വ്യത്യാസം മൊത്തത്തിൽ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇവരിൽ പലരും പുസ്തകങ്ങളും കവിതാ സമാഹാരങ്ങളും പുറത്തിറക്കിയിട്ടുണ്ട്. ചിലർ പുതിയ പുസ്തകങ്ങളുടെ അണിയറ പ്രവർത്തനങ്ങളിലാണ്. ഇവരുടെ ഒപ്പം പഠിച്ചവരും മലയാളം സർവകലാശാലയിൽ അധ്യാപകരായുണ്ട്. സാഹിത്യമെന്ന ഒറ്റ വികാരമാണ് 3 തലമുറയിലെ വിദ്യാർത്ഥികളെ ഈ ക്ലാസ് റൂമിൽ ഒരുമിപ്പിച്ചത്. അധ്യാപകരായി വിരമിച്ചവരും ഇപ്പോൾ ജോലി ചെയ്യുന്നവരും ഡിഗ്രി കഴിഞ്ഞ് PGയിലേക്ക് വന്ന വിദ്യാർത്ഥികളും ഈ ക്ലാസ് മുറിയിലുണ്ട്. ഏതായാലും പഠനത്തിന് ഒരു പ്രായമോ മറ്റു തടസ്സങ്ങളോ ഒന്നുമില്ല എന്നാണ് സാഹിത്യരചനയിലെ PG വിദ്യാർത്ഥികൾ തെളിയിക്കുന്നത്. ജിത്തു വട്ടത്തിനൊപ്പം യൂനുസ് അഹമ്മദ്, മീഡിയ 1, തിരൂർ.